അപ്പോൾ തിരഞ്ഞെടുപ്പ് ചൂടെല്ലാം കഴിഞ്ഞ് എല്ലാ കാൻഡിഡേറ്റുകളും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിലാണ്. ഇപ്പോൾ 24 ദിവസത്തെ ഒരു പ്രചരണ പ്രവർത്തനങ്ങളും സത്യം പറഞ്ഞാൽ ഈ ഒരു വെയിലത്ത് അല്ലെങ്കിൽ ചൂടത്ത് ഭയങ്കര ഒരു പോരാട്ടത്തിന്റെ ഓട്ടത്തിലായിരുന്നു. ഇപ്പം അതെല്ലാം കഴിഞ്ഞു. ഇനി മെയ് 4 എന്ന ദിവസമാണ് വളരെ പ്രധാനപ്പെട്ടത്. അപ്പോൾ ഇപ്പോൾ ഒരു റിലാക്സിങ് മോഡിൽ ഇരിക്കുകയാണോ? അല്ല, ഒരു സംശയമില്ല, വളരെ റിലാക്സിങ് ആണ്. കാരണം നമ്മളൊക്കെ വിചാരിച്ചതിനേക്കാളും ഗംഭീരമായിട്ട് പ്രവർത്തനങ്ങൾ മുന്നോട്ട് പോയി നല്ല ഭൂരിപക്ഷത്തിന് വിജയിക്കുന്നതിനാണ് ഞങ്ങളൊക്കെ പ്രതീക്ഷിക്കുന്നത്. ഇപ്പോൾ പോളിംഗ് ശതമാനം നോക്കുകയാണെന്നുണ്ടെങ്കിലും കഴിഞ്ഞ വർഷത്തെക്കാട്ടിലും കൂടുതലാണ് എന്നാണ്. അപ്പോൾ അത് UDFന് ഒരു എങ്ങനെയാണ് ഉണ്ടാവുക? ഒരു നല്ലൊരു UDFനും ഒരു വോട്ടുകൾ കൂടി എന്നായിരിക്കുമോ? അല്ല, ഒരു സംശയമില്ല. കണക്ക് എടുത്ത് പരിശോധിച്ചിട്ടുണ്ടെങ്കിൽ UDFൻ്റെ മിക്കവാറും എല്ലാ വോട്ടുകളും പോൾ ചെയ്തിട്ടുണ്ട്. 80.30 ആണ് ഇപ്പോൾ നമ്മുടെ ഒരു പെർസെൻറ്റേജ് ഉള്ളത്. അത് ഒരു എല്ലാ സ്ഥലങ്ങളിലും ഗംഭീരമായിട്ട് പോളിംഗ് ഉണ്ടായിട്ടുണ്ട്. UDFൻ്റെ വോട്ടേഴ്സൊക്കെ വന്ന് വോട്ട് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഞങ്ങളെ വിജയപ്രതീക്ഷ വളരെ ഉയരത്തിലാണ്. ഒരു പോളിംഗ് ശതമാനം കൂടുന്നത് UDFന് ഒരു മുന്നേറ്റമാണ് ആയിരിക്കും. അതാണ് നമ്മൾ കണക്ക് കൂട്ടുന്നത്. നമ്മളിപ്പം കണക്ക് പരിശോധിക്കുകയാണെങ്കിൽ അത് തന്നെയാണ്. പോളിംഗ് ശതമാനം കൂടുമ്പോൾ UDFന് മുന്നേറ്റം ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. ഇത്തവണത്തെ ഇത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഒരു തെരഞ്ഞെടുപ്പ് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ, ഇപ്പോൾ കഴിഞ്ഞ വർഷം ഇവിടെ തന്നെയായിരുന്നു. അപ്പോൾ ഇത്തവണയും ജനങ്ങൾ നിങ്ങളെ തെരഞ്ഞെടുക്കുമോ? അല്ല, ഒരു സംശയമില്ല. എനിക്ക് നല്ല വിജയപ്രതീക്ഷയുണ്ട്. കാരണം ഇവിടെയുള്ള ചെറുപ്പക്കാർ തൊട്ട് വളരെ ചെറിയ കുട്ടികൾ തൊട്ട് പ്രായമായ അവർ വരെ എല്ലാവരും ഞാൻ അറിയുന്ന ആൾക്കാരാണ്. നല്ല ബന്ധം പുലർത്തുന്ന ആൾക്കാരാണ്. അപ്പോൾ അവർ പക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി കുറേയധികം ആൾക്കാർ എൻ്റെ ഞങ്ങൾ പരിചയത്തിൻ്റെ ഒക്കെ അടിസ്ഥാനത്തിൽ വോട്ട് ലഭിക്കുന്നതാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നല്ല ഭൂരിപക്ഷം ഉണ്ടാവുമെന്ന് ഞങ്ങൾ വിചാരിക്കുന്നുണ്ട്. മങ്കടയിലെ ജനങ്ങൾ അവരുടെ അലിക്കാക്കു തന്നെ മതി എന്ന് തീരുമാനത്തിലേക്ക് എത്തും എന്നായിരിക്കും? അല്ല, അത് ഉറപ്പ് തന്നെയല്ലേ. ഞാൻ പറഞ്ഞല്ലോ, ഞങ്ങൾ വളരെ എല്ലാവരോടും കൃത്യമായിട്ട് വലിയ ബന്ധം പുലർത്തുന്നുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പ്രാവശ്യം അവർ നല്ല രീതിയിൽ തന്നെ വോട്ട് ചെയ്യുന്നതാണ് ഞങ്ങൾ പ്രതീക്ഷ. ഇപ്പോൾ ഈ ഒരു വർഷത്തെ ഇപ്പോൾ 2 വർഷം 2 തവണ ഇപ്പോൾ ഇടതു മുന്നണിയായിരുന്നു നമ്മുടെ കേരളത്തിൽ ഭരണത്തിൽ വന്നിരിക്കുന്നത്. ഇത്തവണ എന്തായിരിക്കും നമ്മുടെ ഒരു കേരളത്തിൻ്റെ ഒരു സ്ഥിതിഗതികൾ? അത് ഒരു സംശയമില്ലാതെ UDF തന്നെ അവിടെ അധികാരത്തിൽ വരും. ഇപ്പം തന്നെ കേരളത്തിൽ മുഴുവനും ബൈ ബൈ പിണറായി എന്ന് പറഞ്ഞ പോസ്റ്റർ ഒട്ടിക്കാൻ തുടങ്ങി. കേരളത്തിൽ കാസർഗോഡ് മുതൽ തിരുവനന്തപുരം വരെയുള്ള ആയിരക്കണക്കിന് വലിയ ബോർഡുകളാണ് LDF അല്ലാതെ മറ്റാരുണ്ടെന്ന് പറഞ്ഞിട്ട് മുഖ്യമന്ത്രിയുടെ ഫോട്ടോ ഒക്കെ വെച്ചിട്ട് വന്നിട്ടുള്ളത്. പ്രധാനമായിട്ട് UDFന് വലിയ ഭൂരിപക്ഷം കിട്ടാനുള്ള ഒരു കാരണം ആ ഫോട്ടോഗ്രാഫും ആ ബോർഡും തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ജനങ്ങൾക്ക് ഈ ഗവൺമെൻറ്റിലെ വിശ്വാസം കംപ്ലീറ്റ് ആയിട്ട് നഷ്ടപ്പെട്ടിട്ടുണ്ട്. വളരെ മോശമായിട്ടുള്ളൊരു ഭരണമായിരുന്നു ഈ കഴിഞ്ഞ 5 കൊല്ലം നടന്ന്. പ്രത്യേകിച്ച് വളരെ എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ശരിക്കും പരാജയപ്പെടുകയാണ് ചെയ്തിട്ടുള്ളത്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മന്ത്രിമാരില്ല, ഒരാളുമില്ല. അങ്ങനത്തെ ഒരു രീതിയിലേക്ക്, അത്രയും മോശമായിട്ടുള്ള രീതിയിലേക്ക് അത് പോയിട്ടുള്ളത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു സംശയമില്ല, UDF വളരെ ഗംഭീരമായിട്ടുള്ളൊരു വിജയം കേരളത്തിൽ എല്ലാ സ്ഥലത്തും ഉണ്ടാകുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. LDF ചെയ്ത പ്രവർത്തനങ്ങൾ UDFനൊരു പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. അല്ല, ഈ പരസ്യം അവരുടെ ഈ അവസാനത്തിലുള്ള കുറേ പരസ്യങ്ങളുണ്ടല്ലോ, അത് പോസിറ്റീവായിട്ട് മാറിയിട്ടുണ്ട്. കാരണം ഇല്ലാത്ത കാര്യങ്ങൾ പറയുമ്പോൾ അവർക്കൊക്കെ ദേഷ്യം വരും. ജനങ്ങളെ ഇൻസൾട്ട് ചെയ്യുന്ന രീതിയിലല്ല. LDF അല്ലാതെ മാറ്റാറുണ്ടെന്നുള്ളൊരു അഹങ്കാരം ഉണ്ടാവില്ല അതിൽ. ആ പരസ്യത്തിൽ തന്നെ വലിയൊരു അഹങ്കാരം ഉണ്ടല്ലോ. ഞങ്ങളല്ലാതെ വേറെ ആരുണ്ടെന്ന് ചോദിക്കുന്നതിനർത്ഥം അവർ ഒരു വല്ലാത്തൊരു അഹങ്കാരം അതിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊക്കെ തന്നെയാണ് പ്രധാനമായിട്ടും LDF പരാജയപ്പെടാനുള്ള ഒരു പ്രധാനപ്പെട്ട കാരണം എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള അതെല്ലാം നമുക്ക് UDFന് വോട്ടായിട്ട് മാറുമെന്നാണ്. അപ്പോൾ ഈ ഒരു റിസൾട്ട് വരുന്നൊരു സമയത്ത് എത്രത്തോളം സീറ്റുകൾ ഉണ്ടായിരിക്കും UDFന് എന്നാണ് ഒരു വിജയപ്രതീക്ഷയും കാര്യങ്ങളും? എൻ്റെ ഒരു ഇത് പ്രകാരം മിനിമം 85 സീറ്റ്സ് ഉണ്ടാവും. എത്ര ഇതാണെങ്കിലും എന്ത് തന്നെ അഡ്ജസ്റ്റ്മെൻറ്റ് മറ്റുള്ള പാർട്ടികളുമായിട്ടൊക്കെ LDF ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ തന്നെ മിനിമം ഒരു 85 സീറ്റ്സ് ഉണ്ടാവുമെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ഇപ്പോൾ ലീഗിൽ നിന്നും പോയിട്ടുള്ള ഒരാളായിരുന്നു ഇവിടെ LDFൻ്റെ ഒരു സ്ഥാനാർത്ഥി, LDFൻ്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായിട്ട് അങ്ങക്ക് എതിരായിട്ട് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ UDFൽ നിന്നും വോട്ടുകൾ അങ്ങോട്ട് പോയിട്ടുണ്ടാവോ, അതോ അതൊരു പോസിറ്റീവായിട്ടാണോ ഇത്തവണത്തെ ഒരു ജനവിധിയിൽ വന്നിട്ടുണ്ടാവുക? അത് UDFനെ സംബന്ധിച്ചിടത്തോളം വളരെ നല്ല ഗുണം ചെയ്യുന്നതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കാരണം ആരെങ്കിലും മുസ്ലിം ലീഗിൽ നിന്ന് ഒരാൾ പുറത്ത് പോയിട്ട് എതിരെ മുസ്ലിം ലീഗിന് മത്സരിക്കുമ്പോൾ ഇവിടെയുള്ള നമ്മുടെ വോട്ടർമാരൊക്കെ ഡബിൾ സ്ട്രെങ്ത്തിലാണ് വർക്ക് ചെയ്യുക. അതൊരു വലിയ ഗുണം ചെയ്തെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഞങ്ങളൊക്കെ പ്രതീക്ഷിച്ചതിനേക്കാളും വലിയ ഭൂരിപക്ഷം ഉണ്ടാവും.
വിജയപ്രതീക്ഷ ഒരു അത്രയും ഒരു 100% കോൺഫിഡൻസിലാണ് ഇപ്പോൾ ഈ ഒരു 24 ദിവസവും നിങ്ങളെ കണ്ടിട്ടുണ്ടായിരുന്നത്. അതേ കോൺഫിഡൻസിലാണോ, ആ ഒരു കോൺഫിഡൻറ്റ് സെറ്റ് ചെയ്തിട്ടാണോ ഇപ്പോഴും ഉള്ളത്? ആ ഒരു സംശയമല്ല. ആദരണീയനായ സാദിഖ് അലി ശിഹാബ് തങ്ങൾ എൻ്റെ സ്ഥാനാർത്ഥിത്വം പ്രഖ്യാപിച്ച മുതൽ ഇപ്പോഴും വരെ ഒരേ കോൺഫിഡൻസിലാണ് ഞാൻ നിൽക്കുന്നത്. ഒരു സംശയമില്ല, ഞങ്ങൾ ഗംഭീരമായിട്ടുള്ള വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിൽ വിജയിക്കും. എന്തായാലും മെയ് 4 വേണ്ടിയിട്ട് കേരളത്തിലെ എല്ലാവരും സ്ഥാനാർത്ഥികൾ എന്നല്ല, വോട്ട് രേഖപ്പെടുത്തിയിട്ടുള്ള ഓരോ ജനവും കാത്തിരിക്കുകയാണ് കേരളത്തിൻ്റെ 5 വർഷത്തേക്കുള്ള വിധി എന്തായിരിക്കും എന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഇപ്പോൾ എന്താണ് അവരോടൊരു പറയാനുള്ളത്? എന്താണ്? അല്ല, ഒരു സംശയമില്ല. കേരളത്തിലെ ജനങ്ങളെ ഒരു സൽഭരണം ആഗ്രഹിക്കുന്നുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിൽ UDF അധികാരത്തിൽ വരും. UDF അധികാരത്തിൽ വന്നാൽ ഇവിടെയുള്ള കുറേ പ്രശ്നങ്ങൾ നമുക്ക് മാറ്റാനുണ്ട്, കുറേ കാര്യങ്ങൾ ഒഴിവാക്കാനുണ്ട്. അത് ജനങ്ങൾക്ക് വേണ്ടിയുള്ളൊരു ഭരണമായിരിക്കും എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. വളരെ മോഡേൺ ആയിട്ടുള്ളൊരു ഭരണമായിരിക്കും, അല്ലാതെ ആ ഒരു ടിപ്പിക്കൽ നമ്മളെ ഇതുപോലെയല്ല. കുറേ കാര്യങ്ങൾ ചെറുപ്പക്കാരായ ആൾക്കാർ വളർന്നു വരുന്നുണ്ടല്ലോ, അവർക്ക് ഈ നാട്ടിൽ തന്നെ നിൽക്കാനും അവർക്ക് ജോലി ലഭിക്കാനൊക്കെ ഉള്ള സൗകര്യങ്ങൾ ഉണ്ടാക്കാനുള്ള ഒരു ഭരണമായിരിക്കണം നമ്മൾ പ്ലാൻ ചെയ്യുന്നത്. അതായിരിക്കും ഉണ്ടാവുക. അപ്പോൾ എന്തായാലും മെയ് 4 കാണാം. മെയ് 4 ശേഷം അടുത്തൊരു വിജയത്തോടെ വിജയ ശ്രീലാളിതനായിട്ട് സംസാരിക്കാൻ കഴിയട്ടെ എന്ന് ഞാൻ ആശംസിക്കുന്നു. എല്ലാവിധ ഭാവുകങ്ങളും നേരുന്നു. മനസ്സിലുണ്ടോ? MXലുണ്ട്. MX വെഡിംഗ് സെന്റർ ഇനി വളാഞ്ചേരിയിലും. MX വെഡിംഗ് സെന്റർ വളാഞ്ചേരി, പട്ടാമ്പി, കൂറ്റനാട്, കൊപ്പം, കേച്ചേരി.